കമൽ, ഇപ്പോ ഈ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വന്നത്, ഇന്നിപ്പോൾ സതീശൻ പറയുന്നത് ഞങ്ങൾ നീതിപൂർവകമായ അന്വേഷണത്തിന് ഒരുക്കമാണ്, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, പാർട്ടി അന്വേഷിക്കുമെന്നൊക്കെയാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സമീപനമേ എടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, വിവിധ നേതാക്കളെ അവിടേക്ക് പോയി, മരണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവിധ നേതാക്കളെ അവിടേക്ക് പോയി കുടുംബാംഗങ്ങൾ സന്ദർശിച്ചപ്പോൾ അനുഭാവപൂർണ്ണമായ സമീപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവഗണന അവർക്ക് നേരിടുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ 10 ദിവസത്തിന് ശേഷം അവരെ കത്ത് പുറത്തുവിടുന്നത് പോലും. കോൺഗ്രസ് ഇപ്പോ വൈകി ഒരു തരത്തിലുള്ള ഡാമേജ് കൺട്രോൾ നടത്തുകയാണ്. അത് എത്രമാത്രം ഫലപ്രദമാവാൻ സാധ്യതയുണ്ട്? കേസ് പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസിന് ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായും വരും. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു സമവായം ഉണ്ടാക്കിയാലും നിയമത്തിന്റെ മുമ്പിൽ അത് ഏതെങ്കിലും തരത്തിൽ ആശ്വാസം നൽകുന്നതാണോ? അഭിലാഷ്, നിയമത്തിന്റെ മുന്നിൽ അതെന്തെങ്കിലും ആശ്വാസം നൽകുമെന്ന് കരുതാനാകില്ല. കാരണം ഇക്കാര്യത്തിൽ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ട്. നിയമപരമായി കർശനമായ നടപടി എടുക്കണമെന്ന CPIM സർക്കാരും പോലീസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, വലിയ രീതിയിൽ ഉള്ള തെളിവുകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ആത്മഹത്യാ കുറിപ്പുണ്ട്, മറ്റു ചില ഡിജിറ്റൽ തെളിവുകളുടെ കാര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. അത്തരത്തിൽ തെളിവുകളുണ്ട്. കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം CPM ഉന്നയിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം PP ദിവ്യയുടെ കേസുമായി താരതമ്യം ചെയ്താണ് CPIM രാഷ്ട്രീയമായി ഇതിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് CPIM ഇടതുമുന്നണിയും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പോലീസിന് ഇക്കാര്യത്തിൽ ഒരു നിസ്സംഗത പുലർത്താൻ കഴിയില്ല. കൃത്യമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവുക.